ഹലോ പ്രിൻ്റ് നെറ്റും വിചിത്ര സിൽക്കും കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഗൗണിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൽ യോക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സീക്വൻസ് വർക്ക് കൂടാതെ ബ്ലാക്ക് കളറിലെ കട്ട് ബീഡും പ്ലാസ്റ്റിക്കിൻ്റെ ബീഡും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലൊക്കെ ആകുമ്പോഴേക്കും സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് പൊടിച്ച് കളയാട്ടോ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ അല്പം വലിയ സൈസ് ബീഡൊക്കെ ആയതുകൊണ്ടിട്ട് തന്നെ ഞാൻ എല്ലാം സാവധാനം ഇരുന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഫുൾ സ്ലീവിലായിരുന്നു ഈ ഒരു ഗൗൺ ചെയ്യേണ്ടിയെന്ന് വെച്ചത്. പക്ഷേ നമ്മളൊരു സ്കേർട്ടിൻ്റെ ഭാഗവും പിന്നെ ആ യോക്ക് ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സ്ലീവിൻ്റെ ലെങ്ത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വന്ന ആ ഒരു പീസ് കൊണ്ടിട്ട് സ്ലീവ് എൻഡിങ്ങിൽ നല്ല വീതിയിലാട്ടോ ഞാൻ ഒരു നെറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തിരിക്കണത്. ഇത്രയും വീതിയിൽ ആ ഒരു നെറ്റ് കൊടുത്തത് ബോറായി പോയി എന്ന് എനിക്ക് തോന്നിയെന്നുണ്ടെങ്കിലും പക്ഷെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് കുറച്ചുകൂടി നന്നായെന്നേ തോന്നിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ മക്കൾ കഴിഞ്ഞാൽ എൻ്റെ വർക്കിൻ്റെ എല്ലാം സ്ഥിരം മോഡലായിട്ട് എൻ്റെ വീഡിയോയിലൂടെയൊക്കെ എല്ലാം നിങ്ങൾക്ക് കണ്ടു പരിചയമുള്ള ആൾ തന്നെയാണ്. പിന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടാണെങ്കിലും ഒരു 2 ആഴ്ച ആയെങ്കിലും സ്ലീവിൽ ഫുള്ളായിട്ട് നെറ്റ് കൊടുക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ലീവിനായിട്ട് സെപ്പറേറ്റ് വേറെ നെറ്റിൻ്റെ മെറ്റീരിയൽ കൂടി എടുത്തിട്ട് തയ്ക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിലും അത് പോയി വാങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ആ ഒരു പരിപാടിയുടെ തലേ ദിവസം ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വർക്കെല്ലാം ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ തയ്ച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു സ്ലീവ് ഞാൻ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നും കൂടി ഒന്ന് വെച്ച് നോക്കിയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ഇട്ടും കമൻറ്റ് ഇട്ടും ഒക്കെ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.